ഈ വലിയ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിങ്കലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് തന്നെയാണ്. പിതാവായ ദൈവം ഇസ്രായേൽക്കാരെ വിളിച്ച് അബ്രാഹത്തെ പിതാവായി നിയമിച്ച് ഒരു ഉടമ്പടിയിലൂടെ ദൈവത്തിന് സ്വീകാര്യമായ ജനമാക്കി വളർത്താൻ ശ്രമിച്ചു. ഇസ്രായേൽക്കാർ കാലാകാലങ്ങളിൽ ഈ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇസ്രായേൽക്കാരെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നടത്തിയ ഉടമ്പടിയുടെ ചൈതന്യത്തിലേക്ക്, തീക്ഷ്ണതയിലേക്ക്, സത്യസന്ധമായ ജീവിതത്തിലേക്ക് തിരികെ വരേണ്ടതുണ്ട് എന്ന്. ആ ഓർമ്മപ്പെടുത്തലിൻ്റെ പുതിയ നിയമ ഭാഷ്യമാണ് ഈ വലിയ നോമ്പുകാലം. വിശുദ്ധ മാമോദീസായിലൂടെ നാം ദൈവവുമായി നടത്തിയ ഉടമ്പടിയുടെ കൃത്യതയിലേക്ക്, വിശുദ്ധിയിലേക്ക്, വിശ്വസ്തതയിലേക്ക്, ആത്മാർത്ഥതയിലേക്ക് നാം തിരിച്ചു വരേണ്ടതുണ്ട് എന്ന് സഭാമാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വലിയ നോമ്പുകാലത്തിലൂടെ. എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി എവിടെയൊക്കെയാണ് ഉടമ്പടിയിലെ സംഭവിച്ചിരിക്കുന്ന പാളിച്ചകളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാളിച്ചകളെയെല്ലാം നേരെയാക്കി കർത്താവിങ്കലേക്ക് തിരികെ വരിക. ഒരു കണ്ണാടി നോക്കുന്ന കാലഘട്ടമാണ് ഈ വലിയ നോമ്പുകാലം. നമ്മളൊക്കെ കണ്ണാടി നോക്കാറുണ്ട്. നമ്മൾ കണ്ണാടി നോക്കുന്നത് എന്തിനാണ്? നമ്മുടെ മുഖം കാണാനാണ്. നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കാണാനാണ് നമ്മൾ കണ്ണാടി നോക്കുന്നത്. കണ്ണാടി കാണാൻ വേണ്ടി നമ്മൾ ഒരിക്കലും കണ്ണാടിയിൽ നോക്കാറില്ല. ഈ വലിയ നോമ്പുകാലം കർത്താവാകുന്ന കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുഖത്തിൻ്റെ ചൈതന്യത്തിലേക്ക് വീണ്ടും പ്രസരിപ്പിക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ മുഖം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എങ്ങനെ കത്തിച്ചൊലിച്ചിരുന്നുവോ ആ ചൈതന്യത്തിലേക്ക് നമ്മൾ തിരികെ പോകേണ്ടതുണ്ട്. മാമോദീസ സ്വീകരിച്ച ഒരു ശിശുവിനെ നമ്മൾ കാണുമ്പോൾ എത്ര വിശുദ്ധമാണ്, എത്ര പവിത്രമാണ് ആ ശിശുവിൻ്റെ മുഖം. അത് ആ ശിശുവിൻ്റെ നൈർമല്യമാണ്, ആ ശിശുവിൻ്റെ വിശുദ്ധിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മളെല്ലാവരും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ വിശുദ്ധിയിലൊക്കെ നമുക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ കുറവിനെ പരിഹരിച്ചുകൊണ്ട്, ആ കുറവിനെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിങ്കിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരോടും സഭ ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ കൃപയിൽ നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾ പത്രം എടുത്ത് നോക്കിയോ? പത്രത്തിലില്ലാത്തൊരു വാർത്ത ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിലെ ബാങ്കുകളൊക്കെ സർക്കാർ അടച്ചുപൂട്ടുന്നു. ഇനി ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ എളുപ്പമല്ല. കൊച്ചിൻ ബാങ്ക്, കനറ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഒക്കെ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ്. ഇപ്പം എന്തായിരിക്കും സ്ഥിതി? കൊച്ചിൻ ബാങ്കിലും അല്ലെങ്കിൽ കനറ ബാങ്കിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഒക്കെ അക്കൗണ്ട് ഉള്ളവരൊക്കെ എന്തായിരിക്കും? എന്തു ചെയ്യും? നെഞ്ഞത്തിടിച്ച് കരച്ചിലായിരിക്കും. കർത്താവ് എന്നിപ്പോൾ കാശെടുക്കാൻ പറ്റും? നമുക്കറിയാം, നോട്ട് നിരോധനം വന്നപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം എന്താ? നമ്മുടെ പൈസ, നമ്മുടെ പണം സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്, അല്ലെങ്കിൽ CSB ബാങ്കിലാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ്. അപ്പോൾ ആ ബാങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അസ്വസ്ഥതയാണ്. അത് ലിക്വിഡേറ്റ് ചെയ്താൽ നമുക്ക് അസ്വസ്ഥതയാണ്. ഇന്ന് കർത്താവ് ഇന്നത്തെ സുവിശേഷം മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവിടെയാണ്. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും. ഈ വലിയ നോമ്പുകാലത്ത് നാം ചിന്തിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത്, എവിടെയാണ് നിൻ്റെ ഹൃദയം? എവിടെയാണ് നിൻ്റെ നിക്ഷേപം?
നീ എവിടെയാണ് നിക്ഷേപിച്ചു കൂട്ടിയിരിക്കുന്നത്? ഈ ലോകത്തിലാണോ അതോ ദൈവത്തിലാണോ? ഇവിടെയുള്ള ദേശസാൽകൃത ബാങ്കുകളിലാണോ, സഹകരണ ബാങ്കിലാണോ, അതോ നിത്യതയുടെ ദൈവത്തിൻ്റെ ബാങ്കിലാണോ നീ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ ഒരു തിരിച്ചറിവിന് നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും അസ്വസ്ഥരാണ്. അസ്വസ്ഥരല്ലാത്തവരൊന്ന് കൈവോക്കിയേ. അസ്വസ്ഥരല്ലാത്തവരൊന്ന് കൈവോക്കിയേ. വളരെ ചുരുക്കം ആളുകളാണ് കൈപൊക്കിയത്. ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ് പോലും, ഇവിടെ ഇരിക്കുന്ന ബെന്യച്ചൻ പോലും കൈപൊക്കിയില്ല. കാരണം എന്താ? നമ്മളൊക്കെ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അസ്വസ്ഥരാണ്. കാരണം എന്താ? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിക്കുകയോ ദൈവപരിപാലനയിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. നമ്മളൊക്കെ കയ്യാലപ്പുറത്തിരിക്കുന്നത് തേങ്ങ പോലെ കിട്ടേ കിട്ടി, പോയേ പോയി, അങ്ങോട്ട് വീണോ ഇങ്ങോട്ട് വീണോ, അങ്ങനെ ആണെങ്കിൽ ആയിക്കോട്ടെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിക്കോട്ടെ. ഇന്നത്തെ വേദപുസ്തകം നമ്മൾക്ക് സുവിശേഷ ഭാഗം നമ്മളോട് കൃത്യമായി പറയുന്നതാണ്. ദൈവ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നിങ്ങൾ ശരണം വെച്ചുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം ദൈവമാണെന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കുക. ഇതിന് എപ്പോൾ എന്ന് നമുക്ക് കഴിയുന്നുവോ അന്ന് നമ്മുടെ മുഖത്ത് സന്തോഷമുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന 90% ആൾക്കാരും വിങ്ങിയും പൊട്ടിയിട്ടിരിക്കണേ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പോലും നമുക്ക് സന്തോഷമില്ല. നമ്മുടെ മുഖമൊക്കെ ആകെ കരുവാളിച്ചിരിക്കുക അല്ലേ? എല്ലാവരും വ്യാകുല മാതാവിനെ പോലെയാണ്. നോക്കിയേ, എല്ലാവരും വ്യാകുല മാതാവിനെ പോലെ ഇരിക്കുക. ഇതൊക്കെ പറയുമ്പോഴും ഇയാൾ എന്തത് പറയുന്നതെന്ന് കരുതിയിട്ടെങ്കിലും ഒന്ന് ചിരിച്ചുകൂടെ? അതുപോലും ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താ, നമ്മൾ എല്ലാം കർത്താവിൽ സമർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഒന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല. എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുഖത്ത് സന്തോഷമില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുഖത്ത് സമാധാനമില്ലാത്തത്. നമുക്ക് സന്തോഷവും സമാധാനവും ആത്യന്തികമായിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവരാകണം. നാളെ എന്തു വരും എന്നതിനെക്കുറിച്ച് നമ്മൾ ആകുലരാകേണ്ട. കർത്താവ് കൃത്യമായി പറയുന്നു, എല്ലാം കർത്താവ് ഒരുക്കുന്നു. കാലത്തിൻ്റെ തികവിൽ, സമയത്തിൻ്റെ തികവിൽ നമ്മൾ അതിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു മനോഭാവം നമുക്കുണ്ടാകാതെ നമുക്കൊരിക്കലും സന്തോഷമുള്ളവരായിരിക്കാനായിട്ട് സാധിക്കില്ല, സമാധാനമുള്ളവരായിരിക്കാനായിട്ട് സാധിക്കില്ല. കർത്താവ് പറയുന്നുണ്ട്, ലോകം തരുന്നത് പോലെയല്ല, ദൈവം തരുന്ന സമാധാനത്തിലേക്ക്, ദൈവം തരുന്ന സന്തോഷത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക്, ദൈവത്തിൻ്റെ സമാധാനത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. നാളെ എന്തു വരുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. എന്നിട്ടും നമ്മൾ കർത്താവിലെ ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ്റെ അടിസ്ഥാന ജീവിത ശൈലി. ഏകദേശം 33 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഞാൻ ബെന്നിച്ചനെ കാണുന്നത്. അച്ഛൻ്റെ പട്ടമൊക്കെ കഴിഞ്ഞ് പുത്തമ്പള്ളിയിലെ കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കാലത്താണ് ബെന്നിച്ചനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിലില്ല. പഠിക്കുന്ന കാലത്തൊക്കെ ഒരു പക്ഷേ ചെറിയ സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ടാകാം. പുത്തമ്പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം അച്ഛൻ കാൽവരിയിലെ അംഗമായിട്ട് വരുന്നതും ധ്യാന രീതികൾ ആരംഭിക്കുന്നതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ബെന്നിച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ. നമ്മളിന്ന് ബെന്നിച്ചൻ്റെ 60ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കൂടി ഉണ്ട് 60ാം ജന്മദിനം പൂർത്തീകരിക്കാനായിട്ട്. എന്നാലും നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ബെന്നിച്ചനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴൊക്കെ ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ കൃത്യമായിട്ട് ഉൾക്കൊണ്ട ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാകുക. എന്നോട് ബെന്നിച്ചൻ ചോദിച്ചു, കുർബാനയ്ക്കിടയ്ക്കുള്ള സുവിശേഷ ഭാഗം വേറെ ഏതെങ്കിലും എടുത്ത് മാറ്റി വായിക്കണമോ എന്നോട് ചോദിച്ചു. ഒന്നാമത് എന്നെ അറിയാവുന്നവർക്കറിയാം, എനിക്ക് വിശുദ്ധ കുർബാനയിലെ അതാത് ദിവസം സഭ തന്നിരിക്കുന്ന വായനകൾക്കപ്പുറത്ത് മാറ്റി വായിക്കാൻ ഇഷ്ടമുള്ള ആളല്ല എന്ന് എന്നെ അറിയുന്നവർക്കറിയാം. 2,
ഇന്നത്തെ സുവിശേഷവും ബെന്യച്ചൻ്റെ ഈ ജന്മദിനത്തിൻ്റെ ആഘോഷവും തമ്മിൽ കൂട്ടിവെച്ചപ്പോൾ അത് രണ്ടും വളരെ ചേർന്ന് പോകുന്നതാണെന്ന് എനിക്ക് തോന്നി. ബെന്യച്ചൻ തൻ്റെ ജീവിതം മുഴുവൻ, ഈ 60 വർഷത്തെ ജീവിതം, 10-40 വർഷത്തെ സന്യാസ ജീവിതം, 33 വർഷത്തെ പൗരോഹിത്യ ജീവിതം, ഇതെല്ലാം തന്നെ കർത്താവിലുള്ള പരിപൂർണമായ ആശ്രയത്വത്തിൽ നിന്നുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. കാൽവരിയിലെ ധ്യാന കേന്ദ്രം ആരംഭിച്ചത്, അത് ഇവിടെ പറിച്ചു നടപ്പെട്ടപ്പോൾ ഇതിനെ വളർത്താനായിട്ട് അച്ഛൻ പരിശ്രമിച്ചത്, പാലക്കാട് സിനായിലെ ധ്യാനകേന്ദ്രം പടുത്തുയർത്തിയത്, ഇതൊക്കെ തന്നെ ഈ കർത്താവ് വഴി നടത്തുമെന്നുള്ള അച്ഛൻ്റെ പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നാണ്. പലപ്പോഴും അച്ഛൻ പറയുന്നത് കേൾക്കാറുണ്ട്, നാളെ എങ്ങനെ പോകുമെന്ന് അറിയില്ല, പക്ഷെ എല്ലാം ഭംഗിയായിട്ട് കർത്താവ് കൊണ്ടുപോകും എന്നത് തന്നെ. ബെന്യച്ചൻ്റെ ജീവിതത്തിലെ ഈ ദൈവാശ്രയ ബോധമാണ് ബെന്യച്ചനെ ഇന്നും എപ്പോഴും മുന്നോട്ട് നയിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. തീർച്ചയായിട്ടും നമുക്ക് ബെന്യച്ചനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ദൈവത്തോട്. കാരണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നത് ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. ദൈവം നൽകിയിരിക്കുന്ന ഒരു കൃപയാണ്. എനിക്ക് നിൻ്റെ കൃപ മതി. ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ബെന്യച്ചൻ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. തൻ്റെ ശുശ്രൂഷകളിലൂടെ കേരളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലുമൊക്കെയുള്ള അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെ അനേകായിരം പേരെ കർത്താവിങ്കിലേക്ക് തിരികുമെന്നതും കർത്താവിൻ്റെ സ്നേഹം അതിൻ്റെ ഊഷ്മളതയിലെ അനുഭവിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. ഞാനും ബെന്യച്ചനും അടുത്തടുത്ത മുറികളിലാണ്. ഇടയ്ക്കിടയ്ക്ക് ബെന്യച്ചൻ എന്നോട് ചോദിക്കും, രാത്രി അച്ഛനെ ഉറങ്ങുന്നതിന് എന്തെങ്കിലും ശല്യമുണ്ടോ, തടസ്സമുണ്ടോ എന്ന്. എന്താണെന്നറിയോ, രാത്രി മുഴുവൻ ഓൺലൈനിലെ പ്രാർത്ഥനകളും ജപമാലയും കുരിശിൻ്റെ വഴിയൊക്കെയാണ്. ഞാനാണെങ്കിൽ പോത്തിനെ പോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭൂമി കുലുങ്ങിയാൽ പോലും ഞാൻ അറിയില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പറയും, ഒരു കുഴപ്പമില്ല ബെന്യച്ച, അച്ഛൻ എത്ര ഉറക്കം വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, എത്ര സമയം വേണമെങ്കിലും ഓൺലൈനിൽ പ്രാർത്ഥന നടത്തിക്കോ. ഇതെല്ലാം നമ്മെ സൂചിപ്പിക്കുന്നത് തൻ്റെ ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള ആശ്രയത്വത്തോടുകൂടെ തന്നെ വരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സന്യാസ വൈദികനെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തോട് നന്ദി പറയാനായിട്ട് വലിയൊരു വകയുണ്ട്. കാരണം ദൈവം വിളിച്ച്, ദൈവം വഴി നടത്തി, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റി നമുക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിയാക്കി കർത്താവ് മാറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തോട് നന്ദി പറയാനുള്ള വക പീറ്ററച്ചൻ ബെന്യച്ചൻ നമുക്ക് നൽകുന്നുണ്ട്. സ്നേഹമുള്ള ബെന്യച്ച, അച്ഛൻ നൽകുന്ന ശുശ്രൂഷകളെ, അച്ഛൻ്റെ സേവനങ്ങളെ ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ വിലമതിക്കുന്നു, അത് ഏറ്റുപറയുന്നു. സഭയുടെ പേരിലും ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. നമുക്കറിയാം, ഒരു വ്യക്തി ദൈവത്തിലേക്ക് അടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ആദ്യം തന്നെ ഒരു കുട്ടിയോട്, ഒരു ശിശുവിനോട് ദൈവത്തെക്കുറിച്ച് പറയുന്നത് ആരാണ്? അമ്മയാണ്. ബെന്യച്ചൻ്റെ മാതാപിതാക്കൾ ഇന്നവർ ജീവിച്ചിരിപ്പില്ല. ആ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച വിശ്വാസവും മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച സ്ഥൈര്യവും ബെന്യച്ചനെ ഒരു തീക്ഷ്ണമതിയായ വൈദികനാക്കി തീർത്തു. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് ഇന്ന് സൂചിപ്പിക്കാനുള്ള, അന്ന് പ്രത്യേകമായിട്ട് നമ്മൾ കുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്, പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. ഈ ദിവസങ്ങളൊക്കെ പിള്ളേരൊന്നും പള്ളികളിലേക്ക് വളരെ കുറവായിരിക്കും. കാരണം പരീക്ഷയല്ലേ, കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ തന്നെ കുറവാണ്. എന്തുകൊണ്ടാണ്? മാതാപിതാക്കളാണ് കുട്ടികൾക്ക് ദൈവത്തെ കൊടുക്കേണ്ടവരെ. മാതാപിതാക്കളാണ് കുട്ടികൾക്ക് ദൈവത്തെ കൊടുക്കേണ്ടവരെ. ആ മാതാപിതാക്കൾ കുട്ടികൾക്ക് ദൈവത്തെ കൊടുക്കാതെ ലോകത്തെ കൊടുക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ബെന്യച്ചൻ്റെ മാതാപിതാക്കൾ ബെന്യച്ചൻ്റെ ചെറുപ്പത്തിലെ ദൈവത്തെ കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ബെന്യച്ചൻ ദൈവത്തിനും സഭയ്ക്കും സന്യാസ സമൂഹത്തിനും നിങ്ങൾക്കേവർക്കും അഭിമാനിയായ ഒരു പുരോഹിതനായി തീർന്നത്.
സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മക്കൾക്ക് ദൈവത്തെ കൊടുക്കുക, മക്കളെ ദൈവപരിപാലനയിൽ വളർത്തുക. മക്കളോട് ചില കാര്യങ്ങളൊക്കെ കൃത്യതയോടെ പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകുക. അവരെപ്പോഴും സമൃദ്ധിയിൽ മാത്രമല്ല വളർത്തേണ്ടത്, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം. ചിലപ്പോഴൊക്കെ പിള്ളേർ പറയും, അപ്പൻ തുടങ്ങി, അല്ലെങ്കിൽ അമ്മ തുടങ്ങി, തന്ത വൈബ് എന്നൊക്കെ പറയും. അതൊക്കെ അവർ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ അവർക്ക് ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാലാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നിക്ഷേപം കർത്താവിങ്കലാണ് നിക്ഷേപിക്കേണ്ടതെന്ന തിരിച്ചറിവിലേക്ക് അവർക്ക് വളരാനായിട്ട് സാധിക്കുക.